ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം എന്ന് പറയുന്നത് ഇതിന് പ്രായപരിധിയൊന്നുമില്ല. ആണെന്നോ പെണ്ണെന്നോ ഉള്ള ജെൻഡർ വ്യത്യാസവുമില്ല. ജാതി മത ചിന്തകളുമില്ല. ഇത് മാനവരാശിക്കുള്ള വലിയൊരു ആത്മ ഉപദേശമാണ്. എല്ലാവരോടും ഗീത അഭിസംബോധന ചെയ്ത് പറയുന്നത്, നിങ്ങളുടെ ജീവിതം വിജയപ്രദമാക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ തരുന്ന ജീവിത സത്യങ്ങളെ നിങ്ങളൊന്ന് അപഗ്രഥിച്ച് മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങൾ ആ വിജയത്തിലേക്ക് നിങ്ങളെ ഒന്ന് പരിശീലിപ്പിച്ചുകൊണ്ട് പാകപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്തിച്ചേർക്കുക. അപ്പം ഇവിടെ ഈ വിജയം 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 എന്നുള്ള വാക്ക് നമ്മളെ വളരെ തെറ്റിദ്ധരിപ്പിച്ച വാക്കാണ്. കാരണം വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് വിജയം. ഞാൻ അനവധി തവണ നിങ്ങളോട് പറഞ്ഞു, നേടുന്നതാണ് വിജയം എന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അതായത് പരീക്ഷ പാസ്സാവുക, പരീക്ഷ അതൊരു വിജയം, ഞാൻ നേടിയെടുക്കും. നല്ലൊരു ജോലി നേടിയെടുക്കുക, നല്ലൊരു വിവാഹം നേടിയെടുക്കുക, നല്ലൊരു കുടുംബമുണ്ടാവുക, ഇതൊക്കെയാണ് വിജയം എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വിജയത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ, നമ്മൾ അറിയുന്നില്ല. കാരണം ഇതൊരു ഭൗതിക തലത്തിലാണത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ഇമോഷണൽ ഒരു ഗ്രോത്ത് കൂടെ അവനുണ്ടാവേണ്ടതുണ്ട്, വളർച്ച കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് മനുഷ്യൻ്റെ മനസ്സൊരിക്കലും എല്ലാം കൊണ്ടും സംതൃപ്തമായി എല്ലാറ്റിനോടും ഇടപഴകി അലിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കുന്നതാവണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ പോലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടിയതിൽ നിങ്ങൾക്ക് വിഷമവും അസൂയവും തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് കുറച്ച് കുറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പിന്നെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, കാരണം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു കോപ്പറേറ്റീവ് സിസ്റ്റമാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയൊരു വ്യവസായി, പാവമുള്ള സമ്പത്തൊക്കെ കൊണ്ടുവന്ന് കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടി കണ്ണൂർ ഭാഗത്ത് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തി അദ്ദേഹം കെട്ടിടമൊക്കെ പണിത്, അദ്ദേഹത്തിൻ്റെ കട ഓർക്കാൻ സംഭവിക്കില്ല ഒരു പാർട്ടിക്കാർ അവിടെ കുത്തിയിരിക്കുക തന്നെ കൊടിയും പിടിച്ചിട്ട്. അദ്ദേഹത്തിനുണ്ടായൊരു മാനസിക വിഷമത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിടാൻ പോകും. അദ്ദേഹം പറഞ്ഞു മടുത്തുപോയി, വെറുത്തുപോയി കേരളം. അതേ ഒരു പത്രപ്രസ്താവന നടത്തിയിട്ട് പറയുകയാണ്, അതും കേരളത്തിലെ മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പ് ദുബായിൽ പോയിട്ട് അവിടുത്തെ വ്യവസായികളെ കേരളത്തിൽ വളരെ നല്ല സാഹചര്യം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ അങ്ങനെ വന്നാൽ മതി, ഇവിടെ അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിരിക്കണമെന്നാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ തൊഴിലാളി യൂണിയൻ്റെ പ്രശ്നങ്ങൾ കാരണം ഈ പാവം കെട്ടുകെട്ടി തിരിച്ച് ഫോറിനിലേക്ക് പോകും. മടുത്തുപോയി, വെറുത്തുപോയി. നിങ്ങളാരും ഇങ്ങോട്ട് വരരുതേ ദയവ് വിചാരിച്ച്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ പറയുന്ന ഒരു സുഖവും ഇവിടെ ഇല്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം മുഴുവൻ കയ്യിൽ നിന്ന് പോയി, പണം പോട്ടെ, സമാധാനം തരില്ല എന്ന് വെച്ചാൽ അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തു വിജയമാണ് നേടിയത്. സമ്പാദിക്കുന്ന സമയത്ത് എല്ലാവരും പറയുക, മനുഷ്യൻ്റെ ഒരു ഭാഗ്യം നോക്കി എത്ര സമ്പാദ്യമാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ അതേ മനുഷ്യൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പലരും പറയും, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം, കാരണം ആർക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ. ഇന്ന് ആ മനുഷ്യനോട് ചോദിച്ചു നോക്കും, വിജയമാണോന്ന്. അദ്ദേഹം പറയും, ഞാനൊരു വമ്പൻ പരാജയമായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണ് ഞാൻ ആ പൈസ കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് തിരിച്ചു വരുമായിരുന്നു, 10 പേർക്ക് ജീവിതം കൊടുക്കാമായിരുന്നു. നോക്കൂ നിങ്ങൾ. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ചുറ്റുപാടിൽ നിന്നുണ്ടാകുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ മനസ്സ് താളം തെറ്റുന്നുവെങ്കിൽ എന്ത് വിജയമാണ് നമ്മൾ കൈവരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബുദ്ധിപരമായി നമ്മൾ പലതും പ്രയത്നിച്ച് നേടുന്നതോടൊപ്പം, കാരണം ബുദ്ധിക്കാണ് നേട്ടം, എന്നാൽ മാനസികമായി പലതിനെയും നമ്മൾ നേരിടാൻ, ഒന്ന് നേടലാണ്, മറ്റത് നേരിടലാണ്. നേടലും നേരിടലും ഈ 2 വാക്കും നിങ്ങൾ ഓർക്കുക. അല്ലാതെ വെറും നേട്ടം 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 ഇതാണ് വിജയം എന്ന് പഠിപ്പിച്ചാൽ നേരിടാൻ 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 കഴിവില്ലാതെ പോയാൽ വിജയങ്ങളൊക്കെ വൻ പരാജയങ്ങളായി തീരും. നിങ്ങൾ നോക്കൂ,
കോടീശ്വരന്മാരായ ആളുകൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നേടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നേരിടാൻ കഴിവുണ്ടായില്ല. എല്ലാം കൂടി തലയ്ക്ക് കയറി പ്രശ്നങ്ങളായപ്പോൾ പിന്നെ സൂയിസൈഡായിരുന്നു അവരുടെ ഉപാധി, അല്ലെങ്കിൽ ഒരു മാർഗം. വിജയമല്യയെപ്പോലുള്ളവരെന്താ ബിസിനസ് ചെയ്തിരുന്നത്? സ്വന്തമായ എയർലൈൻസ്, കള്ളു കുടിപ്പിക്കാൻ എല്ലാവർക്കും ബീർ ആദ്യമായിട്ട് കിങ്ഫിഷർ ബീറൊക്കെ ലോകത്തിൽ വലിയ ബ്രാൻഡഡാക്കി മാറ്റിയൊരു മനുഷ്യനാണ് അയാൾ. പക്ഷേ അവസാനം എവിടെ എത്തിയത്? ഇന്നിപ്പം ഒരു ജയിലിൽ കിടക്കുന്ന പോലെയല്ലേ അയാൾ. ലണ്ടനിലൊക്കെ ആയിരിക്കാം, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല ആ മനുഷ്യന്. ഇന്ത്യയിൽ വന്നാൽ അയാൾ ജയിലാണ്. അയാൾക്ക് വേണ്ടി ഒരു മുറി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് പ്രകാരം. അപ്രകാരമൊക്കെ ജീവിതത്തിൽ കൂപ്പുകുത്തി വീണ് പോയ ആളുകൾ. എന്തേ? അന്നൊക്കെ എല്ലാവരും പറയുന്നത് ഇൻഡസ്ട്രിയൽ വേൾഡിൽ തന്നെ ഒരു അഭിമാനമാണ്. ഇത്രയും വലിയൊരു വിജയം നേടിയ ഒരു ബിസിനസ്സുകാരൻ ലോകത്തിലുണ്ടാവില്ലേ? പൊക്കി പൊക്കി പറഞ്ഞതല്ലേ? എല്ലാ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇദ്ദേഹത്തിനെക്കുറിച്ച് പുകഴ്ത്തി പാടിയതല്ലേ? എന്തുപറ്റി? ഇപ്പം എല്ലാം നേട്ടം 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 മാത്രമാണ് വിജയം എന്ന് പഠിച്ചാൽ അത് തെറ്റാണ്. നേടുകയും നേരിടുകയുമാണ് ജീവിതം. നേടുകയും വേണം, നേരിടുകയും വേണം. അതല്ലേ ശരിക്കുള്ളൊരു നിർവചനം. അപ്പോഴാണ് ജീവിതമാകുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏത് സ്കൂളുകളിൽ, ഏത് കോളേജുകളിൽ, ഏത് യൂണിവേഴ്സിറ്റികളിൽ, ഏത് വീടുകളിൽ അച്ഛനമ്മമാർ ഈ നേരിടാനുള്ള കഴിവുകൾ, ശക്തി വളർത്തിയെടുക്കാൻ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്? അതില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് കൗൺസിലുകൾക്ക് പോകേണ്ടി വരുന്നത്. ഇന്ന് കൗൺസിലിംഗ് സെൻറ്റേഴ്സല്ലേ മുറയ്ക്ക് തുറക്കുന്നത് ഓരോരുത്തും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പല പ്രശ്നങ്ങൾ വരുമ്പോൾ, മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ, പിരിമുറുക്കങ്ങൾ വരുമ്പോൾ, മനസ്സുകൊണ്ട് പലതും നേരിടാൻ പറ്റാതെ വരുമ്പോൾ മനസ്സിലാക്കണം, ആ ഒരു കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കണ്ടേ? ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കണ്ടേ? ഇത്രയും കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഇത്രയും മാനസിക പ്രശ്നങ്ങൾ, സൂയിസൈഡ്, ഇത്രയും കുട്ടികളിന്ന് ഒരുപാടിന്ന് ഡ്രഗ്സിലേക്ക് വീണു ചെറുപ്പക്കാർ. എന്തേ നമുക്കൊരു കണ്ണു തുറക്കാത്തത്? ഇനിയെങ്കിലും അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു ക്ലാസ്സുകൾ കൊടുക്കേണ്ടതില്ലേ കുട്ടികൾക്ക്? അല്ലാതെ വെറും നേട്ടം 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 എന്ന് പറഞ്ഞ് അത് പറ്റിക്കുകയല്ലേ കുട്ടികളെ? ഒരു വലിയൊരു ചതിക്കുഴിയിലേക്ക് അവരെ കൊണ്ടുവീഴ്ത്തല്ലേ? അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? നേട്ടത്തോടൊപ്പം നേരിടാനുള്ള കരുത്തും ശക്തിയും ആർജിക്കണം. അതാണ് ജീവിതം. അപ്പം അങ്ങനെ നേരിടാനുള്ളൊരു കരുത്തും ശക്തിയും ആർജിക്കണമെങ്കിൽ അവരവരെക്കുറിച്ച് അവരവർക്ക് അറിയണം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള അറിവ്. അതിൽ താൻ ആരാണെന്നറിയണം. തന്നെ അറിയാത്തവനെ പിന്നെ എന്ത് നേരിടാനാണ് പറ്റുന്നത്? ഈ കൗൺസിലിങ്ങിൻ്റെയൊക്കെ ഒരു പരാജയം അവിടെയാണ്. കൗൺസിലിങ്ങിനൊക്കെ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പോയാൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. പറഞ്ഞത് ശരിയാണല്ലോ, ഞാനെന്തിനാ അങ്ങനെ വേണ്ടാത്ത ചിന്തിക്കണം, എനിക്ക് കുറച്ച് നല്ലത് ചിന്തിക്കാമല്ലോ, എനിക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാമല്ലോ, എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, എനിക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പാർട്ടികൾ മുന്നോട്ട് പോയിന്ന് വരാം. പക്ഷേ അതെത്ര കാലം? വീണ്ടും അവരവരുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും. വീണ്ടും അത് പ്രശ്നങ്ങളുണ്ടാക്കും. അത് ചില കേസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോടതികളിൽ ഈ ഇപ്പോൾ കുറഞ്ഞു, പണ്ടായിരുന്നു വളരെ കൂടുതൽ. ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കുടുംബ കോടതികളിൽ വരും. അപ്പോൾ കുടുംബ കോടതികളിൽ വന്നു കഴിഞ്ഞാൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന് പ്രശ്നങ്ങളാകുമ്പോൾ ജഡ്ജ് പറയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചുകൂടാ, നിങ്ങൾ എന്തിനെങ്ങനെ കലഹിക്കണം? അപ്പം ചില വില്ലന്മാരുണ്ട്, അവരെന്തു പറയുന്നറിയോ? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് പാവം ഈ പൊട്ടിപ്പെണ്ണുങ്ങളെ, ഈ പൊട്ടിപ്പെണ്ണുങ്ങളുണ്ട്, ആ പൊട്ടിപ്പെണ്ണുങ്ങളോട് പറയും, ഭർത്താവ് പറയും, നോക്കൂ നമ്മളിനി കലഹിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, മുത്തുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണ് പാവം വീണു പോകുന്നില്ല. കാരണം ഈ മനുഷ്യൻ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായല്ലോ. അങ്ങനെ അവിടെ നിന്നൊക്കെ പുറത്ത് കടന്ന് കോടതിയിൽ നിന്നൊക്കെ ഒത്തുതീർന്നു എന്ന് പറഞ്ഞ് പുറത്ത് കിടന്നപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, നീ നിൻ്റെ മാലയൊന്ന് അഴിച്ചു തരുമെന്ന്. ഈ മാല അഴിച്ചു മേടിച്ചിട്ട് അവനൊരു മുങ്ങിയിട്ട് പിന്നെ ആ പാർട്ടിയുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. ഈ പെണ്ണുണ്ടാവും തെക്കും വടക്കും നടക്കണോ, വീണ്ടും വക്കീലിൻ്റെ ഓഫീസിൽ.
ഹേയ്, നിങ്ങളല്ലേ ഇപ്പോൾ കേസൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് പോയിരിക്കുന്നത്, പിന്നെ എന്തിനാ അവിടെ വന്നിരിക്കുന്നത് പോലീസിൻ്റെ മുന്നിൽ? അല്ല സാർ, അയാൾ എൻ്റെ മാലയും വായിച്ചിട്ട് അയാൾ എന്നെ പറ്റിച്ചു. എന്താ ചെയ്യാൻ നോക്കും നിങ്ങൾ? ഈ ഓവർ സ്മാർട്ടായിട്ടുള്ള കുറേ എണ്ണം ഉണ്ടായിരിക്കും സമൂഹത്തിൽ. എന്നിട്ട് വീണ്ടും കടന്ന് കരയുക. ഇങ്ങനെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളെയും നേരിടുമ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ആത്മജ്ഞാനം, അവനവനെക്കുറിച്ച് അറിയണം. എന്താണ് ഈ അവനവനെക്കുറിച്ചുള്ള അറിവ്? ഞാൻ പറഞ്ഞു, ഈ ശരീരത്തിലിരിക്കുന്നൊരു വ്യക്തിത്വമല്ല നാം എന്ന് പറയുന്നത് ബോധചിന്തയാണ്. ബോധചിന്ത, ആ വാക്ക് മറക്കരുത് നിങ്ങൾ. നിങ്ങളെന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ഒരു ഈഗോ ഒരു ചിന്തയാണത്. നമ്മൾ അഹങ്കാരമെന്നും അഭിമാനമെന്നും എന്നൊക്കെ വിളിക്കുന്ന ഒരു ഞാനെന്നൊരു ഭാവമുണ്ടല്ലോ, ഞാൻ എന്നുള്ളതിന് ആരും കണ്ടിട്ടില്ല, അതൊരു ചിന്തയാണ്. ഈ ഞാനെന്ന ചിന്തയുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ ശക്തിയും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ. അപ്പം ഞാൻ എന്ന വ്യക്തിത്വം, ഞാൻ എന്ന ഒരു ശക്തി, ഞാൻ എന്ന് പറയുന്ന ബോധചിന്ത, ബോധമനസ്സ്, ഈ ബോധചിന്തയിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നത്. ജീവിതത്തെ പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ ശരീരം. ഇപ്പം നിങ്ങൾ വലിയ സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫോഴ്സ്, ആ മാഗ്നറ്റിക് പവറാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ് വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശബ്ദം പുറത്തേക്ക് വളരെ ഗാംഭീര്യത്തോടെ എത്തിക്കുന്നത്. ബാക്കിയുള്ള ബോക്സൊക്കെ അതിൻ്റെ ഒരു ആവരണം മാത്രം, അതിനൊരു സേഫ് ഗാർഡ് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് കേടുവരും. ഇതുപോലെയാണ് മനസ്സെന്ന് പറയുന്ന ഒരു ശക്തിക്ക് പ്രവർത്തിക്കാനുള്ള, പ്രകടമാവാനുള്ള, ജീവിതത്തെ അറിയാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ ശരീരം. ശരീരത്തിനകത്തല്ല മനസ്സ്, ബോധമനസ്സ്, ബോധചിന്ത, മറിച്ച് ബോധചിന്തയിലാണ് ശരീരം ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എനർജിയിലാണ് മാസ് ഇരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും, ആ ഹൈഡ്രജനും ഓക്സിജനിലാണ് ജലം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴാണ് വെള്ളമാവുന്നത്. ഇതുപോലെ സൂക്ഷ്മമായ ബോധചിന്തയിലാണ് സ്ഥൂലമായ ശരീരം ഇരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരണം, നമ്മുടെ ശരീരത്തിലേക്കല്ല. നമ്മളെന്ന് പറയുമ്പോൾ ബോധചിന്തയിലേക്ക്, ഞാനെന്ന ചിന്തയിലേക്ക്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം, അല്ലെങ്കിൽ ചിന്തകളെ നമുക്ക് മാറ്റിമറിക്കാം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം, ശക്തി നമ്മളിലുണ്ട്. ഏത് ശക്തി? ബോധശക്തി. അപ്പോൾ ഒരു സ്വതന്ത്രമായ ബോധശക്തിയിലാണ് നമ്മുടെ ചിന്തകൾ മുഴുവൻ ഇരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മളിത് അറിയുന്നില്ല. നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ചിന്തകൾ സ്വതന്ത്രമാണ്. ഒരു മനസ്സിൽ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ സ്പേസ്, എൻ്റെ ലോകം, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എനിക്ക് ഉള്ള പരിഗണന അങ്ങൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും സ്വന്തം വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങനെ ആക്കിയെടുക്കാൻ കഴിയുന്നവരാണ്. നമ്മളാരും ഒരു ചിന്തയിലും കുരുങ്ങി നിൽക്കാൻ വിധിക്കപ്പെട്ടവരല്ല. നമുക്ക് ആ ചിന്തകളിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാം. എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ലേ? നിങ്ങൾ നോക്ക്, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണരുന്നതോടുകൂടി നിങ്ങൾ സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കണം, നിങ്ങൾ വേറെ ചിന്തയിലേക്ക് പോയി. നിങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടാവും. നിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബന്ധു വീട്ടിൽ വന്നു, വേണ്ടപ്പെട്ട ബന്ധു. ആ ബന്ധുവിനെ കാണുന്നതോടുകൂടി നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് എപ്പോൾ വന്നു, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലോകിയടിക്കും. പക്ഷെ പോയാൽ വീണ്ടും നിങ്ങൾ ആ പഴയ അവസ്ഥയിലേക്ക് പോകും. വേറെ കാര്യം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് പക്ഷികൾ വല്ലതും നിങ്ങളുടെ ശരീരത്തിൽ ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരെ കണ്ടാൽ നിങ്ങൾ ആ ജാള്യത മറച്ചു വയ്ക്കില്ലേ? നിങ്ങളപ്പം തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി. കാരണം നമുക്കറിയാം, നമുക്ക് ആ ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും, നമ്മളതിൽ കുരുങ്ങി നിൽക്കില്ല. പക്ഷേ ചില ചിന്തകളിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല.
പ്രേമം, പ്രണയം എന്നൊക്കെ പറയില്ലേ, അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് മിക്കവാറും കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് ആ ഒരു തലത്തിൽ. കാരണം അത്ര അടിമത്വത്തിലേക്ക് അങ്ങോട്ട് മനസ്സ് വീണു പോവാണ്. ഒരു പ്രതീക്ഷയുടെ സ്വപ്ന ലോകത്തിലാണ് അവർ. ഇതുപോലെയാണ് ലഹരി. ആ അഡിക്ഷൻ പുറത്ത് കിടക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു തരം ജീവിത ശീലങ്ങൾ അലസമായിട്ട് ജീവിച്ചാൽ പുറത്ത് കിടക്കൽ എളുപ്പമല്ല. അമ്മാവാത്തല്ലണ്ട, ഞാൻ നന്നാവില്ല. ഇത്തരം ഒരു ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും രൂപപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പുറത്ത് കടക്കൽ അത്ര ഈസിയല്ല. പുറത്ത് കിടക്കാം. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നിരന്തരമായ ഒരു പരിശീലനത്തിലൂടെ, കൃത്യനിഷ്ഠയിലൂടെ, അനുഷ്ഠാനത്തിലൂടെ ഏത് ചിന്തകളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീത ഉറപ്പു തരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ബോധപൂർവം മനസ്സിനെ അങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊരു കഴിവിൻ്റെ കൂടെ തന്നെ കൃഷ്ണൻ പറയുന്നു, ജ്ഞാനമാകുന്ന അസി കൊണ്ട്. അതായത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ യാന്ത്രികമായി കുറച്ചു കാലം ഒരു കാര്യം ചെയ്യും, പിന്നെ അത് വിടും. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്ത് ജപവും ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ പോകുന്നു. പക്ഷേ മെൻ്റലി അവരുടെ ഡിപ്രഷൻ അവർ പുറത്ത് കിടക്കുന്നില്ല. ഇന്ന് അമ്പലത്തിൽ പോയവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്? എന്തേ അമ്പലങ്ങളിൽ പോയിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ വെറുതെ തൊഴാൻ പോവുകയാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ജപിക്കാനാണ്. ആ ജപിക്കുന്നത് എൻ്റെ മനസ്സിനെ അതിൽ ഏകാഗ്രമാക്കാനാണ്. മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ്, ജപത്തിൽ മുഴുകുമ്പോഴാണ് വേറൊന്നിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ എനിക്ക് പുറത്തു കൊണ്ടുവരാനുള്ള ആത്മശക്തി, കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നത്. അപ്പം ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനാണ്, കരുത്ത് രൂപപ്പെടുത്താനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജപിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ മാറ്റങ്ങൾ. പക്ഷേ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന, ശക്തി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ശ്ലോകം നമുക്കൊന്നുകൂടി ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുമെന്ന് ഞാൻ പറഞ്ഞു നിൽക്കും, മനസ്സിലാവും. 42-ാം ശ്ലോകം, ഗീതയിലെ 4-ാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം. തസ്മാദജ്ഞാനസംപൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനാ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. തസ്മാത്, അതുകൊണ്ട്, അജ്ഞാനസംഭൂതം ഹൃസ്തം. ഹൃസ്തം, ഹൃത്, അവനവൻ്റെ ഹൃത്ത്, അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനസംഭൂതം. എന്താണ് അജ്ഞാനത്താൽ രൂപപ്പെടുന്നത്? സംശയം. നമുക്ക് പലതിനെക്കുറിച്ച്, എനിക്ക് നേരെയാവാൻ പറ്റുമോ, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ, എനിക്ക് ഇതിനുള്ള കരുത്തുണ്ടോ, ശക്തിയുണ്ടോ, ഇങ്ങനെ കേ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ടല്ലോ. ഈ തരത്തിലുള്ള സംശയങ്ങളിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മന് ജ്ഞാനാസി, ജ്ഞാനാത്മം എന്ന് വെച്ചാൽ ആത്മജ്ഞാനം എന്ന അസി കൊണ്ട്, വാളുകൊണ്ട് ഈ സംശയത്തെ ചിന്തി മുറിച്ചാലും എന്ന് കൃഷ്ണൻ പറയാൻ. അപ്പം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആത്മജ്ഞാനം കൊണ്ട് എൻ്റെ മനസ്സിനെ, എനിക്കെൻ്റെ വിഷമങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ശക്തി, സ്വാതന്ത്ര്യം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും കുരുങ്ങിക്കിടക്കാത്തത്. നിങ്ങൾ നോക്കൂ, ഉള്ളിലേക്ക് ശ്വാസം വരുന്നു, ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്നു, ഉള്ളിലേക്ക് വീണ്ടും ശ്വാസത്തെ കൊണ്ടുവരുന്നു. ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ പിടിച്ചു വയ്ക്കില്ല, പുറത്തേക്ക് വിടുകയാണ്. ഒന്നെടുക്കുകയും ഒന്ന് വിടുകയും. നാം ഭക്ഷണം കഴിക്കുന്നു, മലമൂത്രങ്ങളെയൊക്കെ പുറത്തേക്ക് തള്ളാൻ ശക്തി തരുന്നു. ഈ ശക്തിയൊക്കെ എവിടുന്നാണ് വരുന്നത്? ഈ മാംസപിണ്ഡത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരത്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, പല ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ശക്തിയില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ മലമൂത്രാദികൾ പുറത്തു പോകാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ പല മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് എടുക്കേണ്ട അവസ്ഥ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ശക്തി നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? അതുപോലെ മനസ്സുണർന്നു വരും, ചിന്തിക്കാനുള്ള ശക്തി നമ്മളാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മളിലൊരു അനന്തശക്തി കുടികൊള്ളുന്നുണ്ട്. ആ ശക്തിയെ നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ബുദ്ധി ശക്തിയും കൂടും, മാനസിക ശക്തിയും കൂടും. ബുദ്ധിയുടെ ശക്തിയാണ് അറിവും കഴിവും, മനസ്സിൻ്റെ ശക്തിയാണ് കോൺഫിഡൻസ്, വിൽ പവർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ
മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ചിന്തകളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നെങ്കിൽ ചിന്തകളെ കൊണ്ട് തന്നെ ആ കുരുങ്ങിക്കിടക്കുന്ന ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കണം. ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കാൻ ചിന്തകളിലൂടെ പറ്റുള്ളൂ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. എപ്പോഴും ഈ ഉദാഹരണങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ. പാമ്പിൻ്റെ വിഷം മാറ്റാൻ പാമ്പിൻ്റെ വിഷം തന്നെ കുത്തിവെക്കുന്നത് നമ്മൾ അനവധി തവണ ഉദാഹരണം പറഞ്ഞാണ്. എന്നതുപോലെ ഈ ചിന്തകളുടെ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ചിന്തകൾ, അത് നാമചിന്തകളാണ്, കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങളുടെ ചിന്തയാണ്, ഉപാസനയുടെ ചിന്തയാണ്. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്? എൻ്റെ മനസ്സിന് മനോധൈര്യവും മനഃശക്തിയും, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിൽ പവറും കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്യാനാണ്. അതെങ്ങനെ കിട്ടും? മന്ത്രത്തിൽ തന്നെ മനസ്സിനെ വീണ്ടും 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 കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ഈ മോഷൻ, ഈ ചലനം എൻ്റെ മനസ്സിൽ കരുത്ത് രൂപപ്പെടുത്തും, എൻ്റെ മനസ്സിൽ ശക്തി രൂപപ്പെടുത്തും. ഇപ്രകാരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം സാധനാനുഷ്ഠാനങ്ങളിലേക്ക് മുഴുകാൻ തയ്യാറാണെങ്കിൽ കൃഷ്ണൻ പറയുന്നു, ആരാണോ യോഗം ആതിഷ്ഠോത്തിഷ്ഠ, ഈ യോഗത്തെ, ഈ അനുഷ്ഠാനത്തെ, യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ബുദ്ധിയെയും ചേർക്കാൻ സാധിക്കുന്ന, മനസ്സിൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും കൂടെ മനസ്സിൻ്റെ കോൺഫിഡൻസ് കൂടെ ചേർക്കാൻ സാധിക്കണമെങ്കിൽ ഈ മനസ്സിനെ നമ്മൾ അനുഷ്ഠാനങ്ങളിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സബ്ജക്റ്റിൽ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യണം. ആവർത്തിച്ച് നമ്മൾ വായിച്ച് നമ്മുടെ തലയിൽ കയറ്റണം. അപ്പോഴാണ് ആ വിഷയം നമ്മുടെ തലയിൽ കയറുന്നത്. അപ്പം നമുക്ക് ഈവൻ സബ്ജക്റ്റുകൾ നമ്മുടെ തലയിൽ കയറണമെങ്കിൽ, പല പോയട്രി നിങ്ങൾ എത്ര ദിവസം എടുത്തിട്ടാണ് ബൈ ഹാർട്ട് പഠിക്കുന്നത്. അപ്പം പല വിഷയങ്ങളും നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് മനസ്സിലാക്കി നമ്മുടെ തലയിൽ കയറ്റുന്നതെങ്കിൽ അത്രയും ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ആത്മശക്തി, കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിലും വേണ്ടേ? നമ്മൾ വെറും ലൗകിക കാര്യത്തിൽ മാത്രം മനസ്സ് മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടങ്ങളുടെ ലോകത്തിൽ മനസ്സ് ജീവിച്ചു കഴിഞ്ഞാൽ, ആ ഇഷ്ടങ്ങളുടെ ലോകം മുഴുവൻ നേട്ടങ്ങളെ മാത്രം കണ്ടുകൊണ്ട് പോകുമ്പോൾ നേരിടാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടവരായി മാറും. ഇപ്പം നമുക്ക് പലതിനെയും നേരിടണമെങ്കിൽ മനസ്സിനൊരു അനുഷ്ഠാനം കൃത്യമായിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയാണെങ്കിൽ ആ മനസ്സിന് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും നേരിടാനും പലതിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെടാനും ഒക്കെ സാധിക്കുമ്പോൾ ജീവിതം അവിടെയാണ് സുന്ദരമാകും, സന്തോഷമാകുന്നത്, ഭദ്രമാകുന്നത്. അതിനാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഈ യോഗത്തെ നീ ആതിഷ്ഠോത്തിഷ്ഠ ഭാരത്, ആതിഷ്ഠ, ആ യോഗത്തെ നീ അനുഷ്ഠിച്ചാലും, ആതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് പരിശീലിച്ചാലും, എന്നിട്ടോ ഉത്തിഷ്ഠ ഭാരത്, ഭഗവാൻ അനവധി തവണ അർജുനോട് പറയുന്നൊരു വാക്കാണ് ഉത്തിഷ്ഠ ഭാരത്. ഗീതയിലെ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, അർജുന ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ ഭാരത്, ഉത്തിഷ്ഠ ഭാരത്. ഈ വാക്കുകൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഉത്തിഷ്ഠ ഭാരത്. കൃഷ്ണൻ നമുക്ക് തരുന്ന ആഹ്വാനമാണത്. ഉത്തിഷ്ഠ ഭാരത്. ജീവിതം നമ്മളെ ഉയർത്താനുള്ളതാണ്. അത് ഉയർത്തുന്നവരാണ് ഭാരതന്മാർ എന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിൽ രതിക്കുന്നവർ, മനസ്സിനെയും ബുദ്ധിയെയും ചേർത്തവർ. അല്ലാത്തവരുടെയൊക്കെ മനസ്സ് വളരെ ഡൗണും ബുദ്ധിയിൽ എന്തെങ്കിലും ചില്ലറ കഴിവോ അറിവോ ഉണ്ടാവാം, പക്ഷെ അവരുടെ ജീവിതം ശരിയല്ല. മനസ്സ് താളം തെറ്റിയതാണ്, മനസ്സിൻ്റെ താളക്രമം പോയതാണ്. അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ കൂടി ബുദ്ധിക്കൊപ്പം ഉയർത്തിക്കൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ മറികടക്കാനുള്ള കരുത്തും ശക്തിയും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തണമെങ്കിൽ നിരന്തരമായ ചില പരിശീലനങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം പ്രോബ്ലംസ് എന്ന് പറയുന്നത് മനസ്സ് കുരുങ്ങിക്കിടക്കുന്ന ചില ദുർബല ചിന്തകളാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് വേണ്ടുന്ന കരുത്തിൻ്റെ ചിന്തകളുമായി മനസ്സിന് നല്ല ബന്ധമുണ്ടാവണം. അതിന് നമ്മൾ അനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ ഈ മനസ്സിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ്. അപ്പം അങ്ങനെ കൃഷ്ണൻ ഇവിടെ പറഞ്ഞ് ഉപസംഹരിപ്പിക്കുമ്പോൾ അർജുനൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം വരികയാണ്. ശരിയാണല്ലോ, കൃഷ്ണൻ പറഞ്ഞത് 100% ശരിയാണ്.
ഞാൻ മാനസികമായിട്ട് ഉയരേണ്ട ആളാണ്, പക്ഷേ എനിക്കെന്തോ മാനസികമായിട്ട് അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല. അർജുനൻ്റെ മനസ്സിനെ ഉയർത്താൻ അർജുനന് തോന്നുകയാണ് എനിക്ക് സാധിക്കണം, പക്ഷെ പറ്റുന്നില്ല. കാരണം അർജുനൻ അത്രയും ഒരു വല്ലാത്തൊരു മെൻ്റൽ സിൻഡ്രത്തിൽ വീണുപോയി, അല്ലെങ്കിൽ ഒരു മെൻ്റൽ കൺഫ്യൂഷനിൽ വീണുപോയി. അർജുനനെ സംബന്ധിച്ച് വളരെയധികം അർജുനൻ സൈക്കോളജിക്കലി ഡൗണാണ്. കാര്യങ്ങളൊക്കെ അർജുനന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പുറത്ത് കടക്കാൻ അത്ര എളുപ്പമായി വരുന്നില്ല. ഇത്രയും മതി ശരിക്കും കൃഷ്ണൻ പറഞ്ഞത്, അതങ്ങോട്ട് അനുസരിച്ച് ജീവിച്ചാൽ മതി, പക്ഷെ പറ്റുന്നില്ല. കാരണം കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കൃഷ്ണൻ പറയുന്നത് അർജുനന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അർജുനന് സംശയങ്ങൾ ബാക്കിയാവാണ്. കൃഷ്ണൻ പറഞ്ഞു, അർജുന, നമുക്ക് ജ്ഞാനമാകുന്ന ആത്മജ്ഞാനമാകുന്ന അസി കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളെ, എന്ത് സംശയങ്ങളാണ് നമുക്കുള്ളത്? എനിക്ക് നേരെയാവാൻ പറ്റൂ, എനിക്ക് ദുഃഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റൂ, എനിക്കെന്താ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ വന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത്, ദൈവം എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്, എന്തിനാ ഇങ്ങനത്തെ വിധി തന്നത്, ഇങ്ങനെ 100,000 നമ്മുടെ പരാജയത്തെ, വിഷമത്തെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു തരം ജസ്റ്റിഫൈ ചെയ്യുന്ന, അതാണല്ലോ പലപ്പോഴും ഞാനിങ്ങനെ ഇത് ദൈവം പോലും എന്നെ നോക്കാത്തതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഈ വീക്ക്നെസ്സിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും? പറയാൻ എളുപ്പമാണ്, പക്ഷെ പുറത്ത് കിടക്കാൻ വേറെ ചില സംശയങ്ങൾ കൂടി തീരേണ്ടതുണ്ട്. അതിലേക്ക് അർജുനൻ ഒന്ന് ചിന്തയോടിക്കുകയാണ്, എങ്ങനെയാണ് എനിക്കെൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് ശ്രദ്ധയെ തിരിച്ച് കൃഷ്ണൻ പറഞ്ഞ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഈ ഒരു സംശയം അർജുനൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഏതായാലും കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഈ ഒരു കാര്യം നീ മറക്കരുത്, നീ ചെയ്യേണ്ടത് യോഗമാദിഷ്ഠ കൃത്യനിഷ്ഠ പരിശീലിച്ചുകൊണ്ട് ഉത്തിഷ്ഠ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ 4-ാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്തു. ഉത്തിഷ്ഠ ഭാരത്. ഇനി അർജുനനിൽ എന്ത് സംശയമായിരിക്കും ബാക്കി ഉണ്ടാവുക? എന്തോ ഒരു സംശയം ഉള്ളത് കൊണ്ടാണല്ലോ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ 4-ാമത്തെ അധ്യായത്തെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ 5-ാം അധ്യായം ആരംഭിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം.